السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله وسلم على رسوله النبي الكريم وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദീർഘമായി ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞത്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങൾക്കും വലിയ ലക്ഷ്യമുണ്ട്, വലിയ ഹിക്മത്തുകളുണ്ട്, വലിയ അസ്രാറുകളുണ്ട്. അള്ളാഹു അസ്രാറുകളൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തേത് തൗഹീദാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു തൗഹീദിൻ്റെ പൂർത്തീകരണമായ ഇത്തിബാഉ റസൂലാണ്, റസൂലിനെ പിൻപറ്റലാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞു ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്ന അവസ്ഥയിലേക്ക്, ദിക്റിലേക്ക് നമ്മൾ എത്തലാണ്. നാലാമതായി നമ്മൾ പറഞ്ഞു നമ്മുടെ തഖ്വ പരിപൂർണമാകലാണ്. നോക്കൂ, ഇതൊക്കെ ഈ 4 കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഈ ഹജ്ജിൽ നിന്ന് ഇത് കിട്ടണം, എന്നിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഇങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എത്താനുള്ള ആഗ്രഹവും പരിശ്രമവും ഇനി ഉണ്ടാകണം. ആഗ്രഹവും പരിശ്രമവും ഏതു മുതൽ? നമ്മൾ ഹജ്ജിന് വേണ്ടി തീരുമാനിച്ചത് മുതൽ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും 3 സ്റ്റെപ്പുകൾ. 1 ഹജ്ജിന് മുമ്പുള്ളത്, 2 ഹജ്ജിനിടയിൽ, 3 ഹജ്ജിന് ശേഷം. നോക്കൂ, നമ്മൾ ഞാൻ പറയുന്ന ലക്ഷ്യങ്ങളെ നമ്മൾ എങ്ങനെ ഗൗനിക്കണമെന്ന് ചോദിച്ചാൽ, ഇഹ്റാമിൻ്റെ വസ്ത്രം വാങ്ങുമ്പോഴും അത് ധരിക്കുമ്പോഴും എങ്ങനെ ശ്രദ്ധിച്ചുവോ അങ്ങനെ ശ്രദ്ധിക്കണം. തവാഫിൽ വുദു നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചുവോ അങ്ങനെ ശ്രദ്ധിക്കണം. ഇഹ്റാമിലായിരിക്കെ തഹല്ലുലാകുന്നതിന് മുമ്പ് ഇഹ്റാമിൽ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചുവോ അങ്ങനെ ശ്രദ്ധിക്കണം. അഥവാ ഒന്നുകൂടി വിശദീകരിച്ചാൽ, ഹജ്ജിൻ്റെ ബാഹ്യമായ അമലുകളിൽ എപ്രകാരം നമുക്ക് ശ്രദ്ധയുണ്ടോ അപ്രകാരം തന്നെ ആന്തരികമായ അതിൻ്റെ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാകണമെന്നർത്ഥം. നോക്കൂ, സത്യത്തിൽ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് അത് കൈവരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വശം നമ്മുടെ നിയ്യത്തുകളിലുള്ള ശ്രദ്ധയാണ്. അതാണ് അത് സത്യത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആന്തരികമായ സമർപ്പണം, ഹൃദയത്തിൻ്റെ സമർപ്പണം അള്ളാഹുവിന് വേണ്ടിയുള്ള. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിറയണം, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും തൃപ്തിയും നിറയണം. അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹജ്ജിൻ്റെ 5ാമത്തെ ലക്ഷ്യമായി കാണാൻ സാധിക്കുന്നത് തഅലീമു ശആഇറുല്ലാഹ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ശആഇറുകളെ, ചിഹ്നങ്ങളെ മഹത്വവൽക്കരിക്കുക. നോക്കൂ, ഇതൊരു വലിയ വിഷയമാണ്. ഹജ്ജ് പറയുന്നിടത്തൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ചില മുഖവുരകൾ പറഞ്ഞ് തുടങ്ങാം. നോക്കൂ, ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ പോകുന്നത്, നോക്കൂ, നമ്മൾ നമ്മുടെ നാട്ടിലല്ലല്ലോ ഹജ്ജ് ചെയ്യുന്നത്, ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പ്രത്യേകമായ സ്ഥലം സാധാരണ സ്ഥലമല്ല. അവിടേക്ക് എത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയാണ്. അള്ളാഹു നമ്മളെ ബഹുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എത്തി, അല്ലേ? അവിടെ എത്താനുള്ള തൗഫീഖ് ഉണ്ടായി. എന്നിട്ട് അവിടെ എത്തി ഈ ഇബാദത്തുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായി. ഈ ഇബാദത്തുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആന്തരികാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായി. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അധ്വാനിച്ച് നമുക്കിതൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായിട്ട് ഹജ്ജിൻ്റെ ഉദ്ദേശങ്ങളായി പറഞ്ഞ ഇത് ലഭിക്കാതെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ 4 ഉദ്ദേശങ്ങളും ഇനി പറയാൻ പോകുന്ന 5ാമത്തെ ഉദ്ദേശവുമായി കണക്റ്റഡാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞവയെ ബഹുമാനിക്കുക, ആദരിക്കുക. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? എല്ലാ ഇബാദത്തുകളുടെയും അസ്ല് അതാണ്.
അടിസ്ഥാനം അതാണ്. ഒരു വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള റെസ്പെക്റ്റ്, തഅലീം അത് എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവൻ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത്, വിധേയത്വം, അല്ലേ? അതിനനുസരിച്ചായിരിക്കും നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സത്യസന്ധത കാട്ടുന്നുവോ അത്രമാത്രം നമുക്ക് അള്ളാഹുവിനോട് വിധേയത്വം ഉണ്ടാകും. അള്ളാഹുവിനോടുള്ള റെസ്പെക്റ്റ് എത്ര നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയൊക്കെ. അതാണ്, അത് നമ്മൾ ശരിക്കും മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമ്പിയാക്കന്മാരെ അള്ളാഹു ഉയർത്താൻ തീരുമാനിച്ചപ്പോൾ അവരുടെ ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞിടത്തൊക്കെ അള്ളാഹു ഉപയോഗിച്ച പദം അബ്ദ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അബ്ദ് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന തോന്നലാണ് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. എന്നിട്ട് നമുക്ക് ഈ അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ എത്രമാത്രം സത്യസന്ധത കാണിക്കാൻ സാധിക്കുമോ അത്രമാത്രം അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ഉയർച്ചയുണ്ടാകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ ഇസ്രാ മിഅ്റാജ്, അല്ലേ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ മനുഷ്യൻ അമ്പരപ്പോടുകൂടി നിന്ന ഒന്നല്ലേ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലെത്തിയതും അവിടെ നിന്ന് ഒരൊറ്റ രാവ് കൊണ്ട് 7 ആകാശത്തേക്ക് പോയി തിരിച്ചു വന്നതും 7 ആകാശത്തുള്ള വിവരങ്ങളൊക്കെ മക്കയിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞതുമൊക്കെ, അല്ലേ? അത് അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മഹത്വം പറയുകയാണ്. അവിടെ അള്ളാഹു നബിയെ പറയാൻ വേണ്ടി ഉപയോഗിച്ച പദം അബ്ദ് എന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യരായ നാം മനസ്സിലാക്കണം, വിശ്വാസികളായ നാം മനസ്സിലാക്കണം, നമുക്ക് ഭൂമിയിൽ കിട്ടാനുള്ള ഏറ്റവും ഉന്നതമായ പദവിയാണ് അബ്ദ്, ഉബൂദിയത്ത്. ആർക്കുള്ള ഉബൂദിയത്ത്? അള്ളാഹുവിനുള്ള. ആരുടെ അടിമ? അബ്ദുല്ലാ. അതൊരു വലിയ പൊസിഷനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അതിലേക്ക് എത്താൻ എന്തു ചെയ്യണം? അതിലേക്ക് എത്താനാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ട ഒരു വികാരമാണ്. നമ്മളിത് സംസാരിക്കും, നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ, സത്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ നല്ല വിചാരമാണ് ഉണ്ടാകേണ്ടത്. നല്ല വിചാരം, സൽവിചാരം, സത്യസന്ധമായ തവക്കുൽ ഉണ്ടാകണം. സത്യസന്ധമായ രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്തിആനത്തും ഇസ്തിഗാസയും തവക്കുലും റജാവും ദുആവും ഒക്കെ അള്ളാഹുവിനോട് മാത്രമാക്കണം എന്ന് വാക്കുകൊണ്ട് പറയല്ല വേണ്ടത്. അള്ളാഹുവിനോടുള്ള റെസ്പെക്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ നമ്മൾ അതേ ചെയ്യൂ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകളെ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരെ, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുന്നവരെ? ചില നൂലൊക്കെ കെട്ടിയിട്ട്, ഈ നൂല് കെട്ടിയാൽ എൻ്റെ രോഗം പോകുമെന്ന് വിശ്വസിക്കുന്നവരെ, നൂലിലാണല്ലോ അവരെ തവക്കുൽ. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആനത്ത് ചെയ്യുന്നവരെ, ഇസ്തിഗാസ നടത്തുന്നവരെ, എന്താ പ്രശ്നം എന്നറിയോ? ഇതൊരു സൈദ്ധാന്തിക തലത്തിൽ ചികിത്സിക്കേണ്ടതല്ല, മറിച്ച് ഇതൊരു ആത്മീയ തലത്തിൽ ചികിത്സിക്കേണ്ടതാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള റെസ്പെക്റ്റ് ഉണ്ടാകേണ്ട വിധം ഉണ്ടായെങ്കിലേ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അള്ളാഹുവിൽ നിന്ന് മാത്രമേ ആഗ്രഹിച്ചുകൂടൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്തിക്കൂടൂ, അള്ളാഹുവിൽ മാത്രമേ തവക്കുൽ ചെയ്യാവൂ എന്നതിലേക്ക് നമ്മൾ എത്തുക അപ്പോഴാണ്. അതാണ്, ഇത് ഭയങ്കര പരസ്പരം ബന്ധമുള്ളതാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം വലുതാക്കാനും, അവനോടുള്ള നമ്മുടെ ഭയം കൂടുതൽ പൂർണ്ണമാകാനും, അവനിലുള്ള നമ്മുടെ ആഗ്രഹം, പ്രത്യാശ കൂടുതൽ സമൃദ്ധമാകാനും, അവനിലുള്ള നമ്മുടെ ആശ്രയം, തവക്കുൽ കൂടുതൽ ആത്മാർത്ഥമാകാനും, ഹൃദയത്തിൻ്റെ ഈ ഒരു ഭാവമുണ്ടല്ലോ, ഇത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം വലുതാകണം. അതാണ്, എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ മഹത്വം വലുതാകുന്നുവോ അത്രമാത്രം അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ, ഉബൂദിയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പൂർണത കാണാൻ കഴിയും. ഇതൊരു വലിയ പാഠമാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നോക്കൂ,
ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്ന മുഴുവൻ നുസൂസുകളും ഖുർആനും സുന്നത്തും ഒക്കെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഈ ഒരു വിഷയം നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹുവിനെ ബഹുമാനിക്കണം എന്ന വിഷയം നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കൂ. ഖുർആനിലുള്ള ഏത് പേജ് നിങ്ങൾ മറിച്ചാലും അതിൽ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാത്ത ഒരു പേജ് ഖുർആനിലില്ല. അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും എന്ത് വിഷയം പറഞ്ഞാലും ഒരായത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ബൃഹത്തായ ചില ഇസ്മുകളെ കൊണ്ടല്ലേ. വഹുവൽ ഹക്കീമുൽ ഖദീർ, വഹുവൽ അലീമുൽ ഹക്കീം, വഹുവൽ ഗഫൂർ റഹീം. എന്താണത്? എല്ലാ പേജുകൾ മറിച്ചാലും നിങ്ങൾക്ക് കാണും അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോഴേ നമുക്ക് വരൂ. നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിലെന്താ ഉള്ളത്? അതിലെന്തെങ്കിലും നിയമം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിലെന്തെങ്കിലും ഹലാലും ഹറാമും പഠിപ്പിക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും കൽപ്പനയുണ്ടോ? അതിലെന്തെങ്കിലും വിരോധിക്കലുണ്ടോ? അതിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും റുക്നുകളെ കുറിച്ച് പറയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതിലൊരൊറ്റ വിഷയമുള്ളൂ. അതേതാ? അത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിക്കുക, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തേണ്ട വിധം പരിശുദ്ധിപ്പെടുത്തുക. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞത്. ഖുർആനിലെ 1/3 എന്ന് പറഞ്ഞു. അതിലെന്തില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ശരീഅത്തില്ല, നിയമനിർമ്മാണങ്ങളില്ല, അതിൽ ഹലാലും ഹറാമും പറയുന്നില്ല, അതിൽ കൽപ്പനയോ നിരോധമോ പറയുന്നില്ല. ഇസ്ലാമിന്റെ റുക്നുകളായി പഠിപ്പിച്ച ഒന്നും അതിലില്ല, ഒന്നുമില്ല. പക്ഷെ അതിൽ എന്തുണ്ട്? അതാണ് വിഷയം. അതിലെന്തുണ്ട്? അതില് അള്ളാഹുവിനെ അറിയാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മഹത്വമുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധിയുണ്ട്, അള്ളാഹുവിന്റെ ഗാംഭീര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് സുൽസുൽ ഖുർആനായത്. ഇതൊരു ചെറിയ വിഷയമല്ല, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സഹാബികളിൽപ്പെട്ട ഒരാൾ ഇത് വല്ലാതെ നമസ്കാരത്തിൽ എപ്പോഴും ഇത് ഓതുക. അപ്പോഴാണല്ലോ നബിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നത്. അപ്പൊ നബി അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, എന്താണോ ഇങ്ങനെ ചെയ്യാൻ? ആ സഹാബി പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൂറത്തിനെ. അപ്പൊ നബി തിരിച്ചെന്താ പറഞ്ഞത്? ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. സുബ്ഹാനല്ലാഹ്. ഏതാ വിഷയം? ആ സൂറത്തിനെ നീ സ്നേഹിക്കുന്നു എന്നത് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. എന്താ കാര്യം? അതിൽ അള്ളാഹുവിന്റെ മഹത്വമാണ്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ തുടങ്ങിയ എന്തതിലുള്ളത്? ഇത് അള്ളാഹുവിന്റെ അസ്മാകളാണ്. എന്തിനാണ് ഇവിടെ അള്ളാഹുവിന്റെ അസ്മാകളെ, പേരുകളെ, നാമങ്ങളെ, വിശേഷണങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹുവിനെ അറിയാനാണ്. എന്തിനാണ് അള്ളാഹുവിനെ അറിയുന്നത്? അള്ളാഹുവിനെ അറിഞ്ഞാലേ അള്ളാഹുവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റൂ. അറിയുന്ന നല്ല പൊസിഷനിലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യൂലേ? നല്ല ഇൽമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കൂലേ? എന്താ കാര്യം? അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഗാംഭീര്യം നമ്മുടെ ഉള്ളിൽ നിറയണം. നമ്മുടെ ബുദ്ധികളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഒക്കെ. നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ കോശങ്ങളിലും നിറയണം തഅളീമുല്ലാഹ്. ഓരോ കോശത്തിലും എന്ത് വേണം? ഓരോ സത്യത്തിൽ ഈ കോശങ്ങളൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ ഉള്ളിലായി നമ്മുടെ കൂടെ ആയതുകൊണ്ട് ഇല്ലാതെ പോകുമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ എല്ലാ കോശങ്ങളും ഓരോ സെല്ലുകളിലും എന്ത് വേണം? തഅലീമുല്ലാഹ് നിറയണം. ഇങ്ങനെ തഅലീമുല്ലാഹ് നിറയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനെ മനസ്സിലാക്കണം. അതാണ് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനോടുള്ള മഹത്വം നമ്മുടെ ഹൃദയത്തിൽ നിറയും.
നിറയും. അതുകൊണ്ടാണ് ഖുർആനും ഹദീസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ അളമത്ത്, അള്ളാഹുവിൻ്റെ സിഫാത്ത്, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുന്ന വചനങ്ങൾ ഖുർആനിലും ഹദീസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സഹോദരന്മാർ. നോക്കൂ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഏറ്റവും വലിയ ആപത്ത് എന്താണെന്ന് ചോദിച്ചാൽ ജഹ്ലാണ്. നമുക്കിതൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങൾക്കറിയോ, ആ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാ? ഷിർക്കാണ്, അല്ലേ? ഷിർക്കിന്റെ അടിസ്ഥാനം എന്താ? ജഹ്ലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വേണ്ട വിധം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷിർക്ക് ചെയ്യുന്നത്. അല്ലാഹു വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല, അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞില്ല. അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിരുന്നുവെങ്കിൽ ഷിർക്ക് വരൂല, കുഫ്ർ വരൂല. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമില്ലായ്മയാണ് എല്ലാ ഷെറിന്റെയും എല്ലാ ആപത്തിന്റെയും അടിസ്ഥാനം. നോക്കൂ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഷിർക്കിൽ നിന്ന് അവർക്ക് ആഫിയത്ത് കിട്ടുക എന്നത്, ഷിർക്കിൽ നിന്ന് അവർ രക്ഷപ്പെടുക എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തഅലീം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഷഹീദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, നമ്മൾ അതിൽ പെടണം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് സാക്ഷിയാകുന്നവരായി നാം മാറണം. അള്ളാഹു അല്ലാത്ത എല്ലാം നമ്മിൽ നിന്ന് നമ്മൾ പിടിച്ചു മാറ്റി പിഴുതെറിയണം. അതാണ് ആ രീതിയിൽ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ സഹോദരന്മാരെ, ഇതൊരു ചെറിയ വിഷയമല്ല, ഇത് വലിയ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം സാധാരണയായി നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമുമാർ എപ്പോഴും ഓതുന്നതാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇതിങ്ങനെ ഓതാൻ കാരണം? എന്തായിരിക്കും അത് ഓതാൻ കാരണം? അത് അള്ളാഹു കൊണ്ടുവരാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള റെസ്പെക്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു തആല അദ്ദേഹത്തെ കൊണ്ട് അത് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് അഗാധമായി അതിനെ ചിന്തിച്ചുകൊണ്ട് ആ സൂറത്തുൽ ഹശറിലെ അവസാനത്തെ വചനങ്ങൾ നാം കേൾക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തഅലീം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇത് ഹജ്ജിന്റെ ഒരു ലക്ഷ്യമാണ്. എവിടെയാണ് ഇത് ഹജ്ജിൽ കാണുക? അതിൻ്റെ ഉത്തരം, എവിടെയാണ് ഹജ്ജിൽ ഇതല്ലാത്ത ഒരു അമലുള്ളത് എന്ന്? ഹജ്ജിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും. നോക്കൂ, ഒരു ഇബാദത്ത്, ആ ഇബാദത്തിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ്. കുറേ ലക്ഷ്യങ്ങൾ, ഉന്നതമായ ലക്ഷ്യങ്ങളുള്ള ഒരു ഇബാദത്താണെങ്കിൽ ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കനമുള്ളതായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, എവിടെയൊക്കെയാണ് ഇത് നമ്മൾ കാണുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ മഹത്വം ഉണ്ടാവുക നമ്മൾ ഇവിടുന്ന് ഉണ്ടാവും. മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള മഹത്വം ഉണ്ടാവും. പക്ഷേ നമുക്ക് തിരിച്ചുപോയി ജീവിതാന്ത്യം വരെ ആ മഹത്വം നിലനിർത്താൻ സാധിക്കണം. അതാ വേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ രംഗം തെൽബിയത്താണ്. തെൽബിയത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മുഹരിമായ മനുഷ്യൻ, ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയങ്കര റെസ്പെക്റ്റാ. അവൻ ആദ്യം തന്നെ പറയണത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. ഞാൻ ആര് വിളിച്ചിട്ടും വന്നതല്ല റബ്ബേ, നീ വിളിച്ചിട്ട് വന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതെ, നീ വിളിച്ചിട്ട് വന്നതാ. അപ്പൊ അള്ളാഹുവിൻ്റെ ആര് വിളിച്ചാലും നമ്മളാരും വരുമോ? വേറെ ആരെങ്കിലും വിളിച്ചാൽ എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടൂലേ? അത്ര ബുദ്ധിമുട്ടല്ലേ അവിടെ എത്തല്? ആ സമയത്ത് ഫ്ലൈറ്റ് ഇല്ല, ഉള്ള ഫ്ലൈറ്റൊക്കെ തിരക്ക്, ഭയങ്കര നിയമങ്ങൾ, നൂലാമാലകൾ, പോവോ? ഇല്ല. എന്നിട്ട് പിന്നെ അവൻ മുഴക്കുന്നത് മുഴുവൻ തഅലീമിന്റെ, അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്ന വാചകങ്ങളല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിലെന്താണ്? അള്ളാഹുവിനോട് പറയാ, ഞാനിതാ വന്നിട്ടുണ്ട്, നിന്റെ വിളി കേട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, മഹത്വമല്ലേ? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, മഹത്വമല്ലേ? ലാ ശരീക ലക്, മഹത്വമാണ്. വീണ്ടും നമ്മളത് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇനിയും പറയാം. അപ്പൊ നോക്കൂ, നമ്മുടെ ഖൽബ് കൊണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ട് ആണ്. നമ്മുടെ നാവ് കൊണ്ടല്ല തൽബിയത്ത് ചൊല്ലേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം നമ്മൾ തൽബിയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അത് ചൊല്ലുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വൈകാരികാവസ്ഥ എന്ന്.
നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ നോക്കൂ, നമ്മുടെ സ്റ്റാറ്റസ് ആയിരുന്നു നമ്മുടെ ഡ്രസ് കോഡ്. ആ ഡ്രസ് കോഡ് ഊരി എറിഞ്ഞിട്ട് ഈ വളരെ സിമ്പിളായ ഇഹ്റാമിന്റെ ഈ വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ പറയാ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, യാ അല്ലാഹ്. ഇതല്ലേ മഹത്വം? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇഹ്റാം ചെയ്യുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം, അള്ളാഹുവിനെ കുറിച്ചുള്ള തഅലീം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇജ്ലാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൈബത്ത്, ഗാംഭീര്യം, അത് നിറയാൻ വേണ്ടിയുള്ള വാചകങ്ങളാണ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, അതിനുവേണ്ടിയുള്ള സംസാരങ്ങളാണ്. എത്ര മനോഹരമാണെന്ന് ആലോചിച്ചു. ഇനി തൽബിയത്തിലേക്ക് വന്നു നോക്കൂ. തൽബിയത്ത് എന്താ? തൽബിയത്ത് സത്യത്തിൽ തഅലീമിന്റെ വാക്കുകളല്ലേ, മുഴുവൻ മഹത്വത്തിന്റെ വാക്കുകളല്ലേ? ഉള്ളു പൊള്ളയായ എന്തെങ്കിലും ആണോ പറയുന്നത്? അല്ലല്ലോ. നാവും ഹൃദയവും യോജിച്ചു ചേർന്ന് പറയുന്നതല്ലേ? ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് മടിച്ചു നിൽക്കേണ്ടതാണോ തൽബിയത്ത്? അല്ലല്ലോ, നിരന്തരം അല്ലേ? നമ്മുടെ വാഹനങ്ങളിലും നമ്മുടെ ഫ്ലൈറ്റിലും നമ്മൾ താഴെ ഇറങ്ങിയാലും നടന്നു പോകുമ്പോഴും നമ്മൾ ടെന്റിലാണെങ്കിലും ഒക്കെ എല്ലാം ഇത് ചെല്ലുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അള്ളാഹുവേ, ഞാൻ നിന്നെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ സഹാബികൾ തൽബിയത്ത് ചൊല്ലി ഇയാൾ ഉറക്കെ തൽബിയത്ത്, നമ്മൾ പറഞ്ഞല്ലോ തൽബിയത്ത് പറഞ്ഞപ്പോ കണ്ടം ഇടറുമാറ് ഉച്ചത്തിൽ അവർ വിളിച്ചു പറയും. എന്താ കാരണം വെച്ചാൽ ഹൃദയത്തിൽ അള്ളാഹുവിനോട് തോന്നുന്ന മഹത്വം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. എന്നിട്ട് അവരുടെ നാക്കുകൾക്കും അവരുടെ ഈ കൊല്ലിക്കൊക്കെ അത് പറയാൻ സാധിക്കാതെ വണ്ണം ശക്തമാവുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഭവമല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, അവിടുന്ന് കഴിഞ്ഞാൽ, തൽബിയത്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന തക്ബീറുകളാണ് ഈ ഇതിലുള്ളത് മുഴുവൻ, അല്ലേ? ആണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 10 കല്ലെറിയുന്നത് മുതൽ, കല്ലെറിയുന്നതിന് എന്ന് പറഞ്ഞിട്ടാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്, അല്ലാഹു അക്ബർ, അല്ലേ? എന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഈദ് ദിവസം അല്ലെങ്കിൽ ദുൽഹജ്ജ് 10 ദിവസം ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തഹല്ലുലായാൽ പിന്നുള്ളത് മുഴുവൻ തക്ബീറുകളാണ്. ഈ തക്ബീർ എന്താ? അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. അല്ലാഹു അക്ബർ, അവിടെ പറയുന്ന അല്ലാഹു അക്ബർ സാധാരണ അല്ലാഹു അക്ബർ അല്ല. നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ് അല്ലാഹു അക്ബർ, അള്ളാഹുവേ, നീ അല്ലാത്തതൊക്കെ ചെറുതാണ് എൻ്റെ ദൃഷ്ടിയിൽ. എൻ്റെ ഇച്ഛകളോ എൻ്റെ ഈഗോകളോ എൻ്റെ ദുനിയാവിൻ്റെ ഉദ്ദേശങ്ങളോ ഒക്കെ റബ്ബേ ചെറുതാണ്, നിസ്സാരമാണ്. എനിക്ക് നീയുമായുള്ള കണക്ഷൻ, നീയുമായുള്ള ബന്ധമുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എൻ്റെ മുമ്പിലുള്ള മുഴുവൻ എൻ്റെ ശത്രുക്കളും എന്നോട് തർക്കിക്കാൻ വരുന്നവരും എനിക്ക് നിസ്സാരമാണ്. കാരണം അല്ലാഹു അക്ബർ. എൻ്റെ ജീവിതത്തിൽ എന്നെ അസ്വസ്ഥമാക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന മുഴുവൻ എനിക്ക് നിസ്സാരമാണ്. കാരണം അല്ലാഹു അക്ബർ. എന്നെ കുഴിയിൽ ചാടിക്കുന്ന, എന്നെ അബദ്ധത്തിൽ എത്തിക്കുന്ന എല്ലാം എനിക്ക് നിസ്സാരമാണ്. കാരണം അല്ലാഹു അക്ബർ. എൻ്റെ ജീവിതം കുടുസാക്കുന്ന രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, എല്ലാം എനിക്ക് നിസ്സാരമാണ്. അല്ലാഹു അക്ബർ. ഇതാണ് അല്ലാഹു അക്ബർ. ഇത് നമ്മുടെ ഹൃദയം അറിഞ്ഞ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഗാംഭീര്യം നമ്മുടെ ഹൃദയം അറിഞ്ഞ് നമുക്കുണ്ടാകണം. അവിടെയാണ് സത്യത്തിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, എല്ലാവരും ഉറക്കെ ചൊല്ലുകയാണല്ലോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിക്കൂ, എന്താണ് മില്യൺ കണക്കിന് മനുഷ്യന്മാർ ആകാശത്തേക്ക് തല ഉയർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ തളർറോടുകൂടി, അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി, ഹൃദയം പൊട്ടി, തലയൊക്കെ തുറന്നിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്ത കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണുകളുമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ, ഞാനൊരു ഫക്കീറാണ് റബ്ബേ, നീയാണ് മഹാൻ, നീയാണ് അലീം. അതല്ലേ അതിൻ്റെ അർത്ഥം? ഇത് തന്നെയാണ്. ഇത് നോക്കൂ, ഇത് നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഇത് നിറയണം. എന്നിട്ട് അള്ളാഹു അല്ലാത്തതൊക്കെ നമുക്ക് എന്താകണം? നിസ്സാരമാകണം. അതാണ് സത്യസന്ധമായ തഅലീം. അത്തഅലീമു സാദിഖ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ,
ഇസ്തിഗ്ഫാർ തന്നെ സത്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അങ്ങേയറ്റത്തെ വിനയവും മഹത്വപ്പെടുത്തലാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ മഹാപ്രാർത്ഥനയല്ലേ? നമുക്കറിയാലോ, അത് ഒരു ദിവസം രാവിലെ ചൊല്ലി അന്ന് പകല് മരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്, അല്ലേ? അത് വൈകിട്ട് ചൊല്ലി അന്ന് രാത്രി മരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. എന്താ കാര്യം? അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത്. വല്ലാത്ത വാക്കല്ലേ? ഖലഖ്തനി, എന്നെ നോക്ക്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക. ഞാൻ അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ നീ തന്ന എല്ലാ നിഅമത്തുകളെയും ഞാൻ സമ്മതിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം ഇങ്ങനെ വരിക, സത്യസന്ധമായ മഹത്വം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലേ? എന്നിട്ട് അവസാനം പറയുന്നു വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അപ്പൊ ഇത് സത്യത്തിൽ ഹജ്ജിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ അറഫയിലേക്ക് എത്തിയാൽ, അതാണ് മൂന്നാമത്തെ രംഗം. അറഫയിലെത്തിയാൽ അവിടെ നമ്മൾ കാണുന്നത് അള്ളാഹുവിൻ്റെ മഹത്വവും നമ്മളുടെ ചെറുപ്പവുമാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് നൽകിയ പ്രാധാന്യം, അല്ലേ? നരകത്തിൽ നിന്ന് അവിടെ എത്തി നിൽക്കുന്നവരെ ഒക്കെ അള്ളാഹു മോചിപ്പിക്കുകയാണ് അറഫ ദിവസം. അള്ളാഹു സൃഷ്ടികളിലേക്ക് അടുത്ത് നിൽക്കുകയാണ്. മലക്കുകൾ പറയാണ്, അള്ളാഹു ചോദിക്കുകയാണ്, മലക്കുകളോട് ചോദിക്കുകയാണ്, മാ അറാദ ഹൗലാ. വലിയ ഹദീസ് കണ്ടിട്ടില്ലേ? എന്തിനാ ഇവര് വന്നത്, അല്ലേ? മഗ്ഫിറത്ത് തേടി വന്ന് അള്ളാഹുവിനോടുള്ള മഹത്വമാണ്. എന്നിട്ട് അവർ പറയാ ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലക്കും. അള്ളാഹു തആല പറയാ ഞാനത് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ സഹോദരന്മാരെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇത് കിട്ടുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അത് നോക്കൂ, നമ്മൾ എത്ര വലിയ മനുഷ്യന്മാരാ, എന്തൊക്കെ ബിസി ഷെഡ്യൂൾഡ് ആളുകളാ, എങ്ങനെ ജീവിച്ചവരാ. എന്നിട്ട് അറഫയിൽ ചെന്ന് നിൽക്കണേ, പൊരി വെയിലത്ത്. ചിലപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം പോലും കിട്ടാനുണ്ടാവില്ല, ഒരു സൗകര്യം ഉണ്ടാവില്ല. എന്നാലും മില്യൺ കണക്കിന് മനുഷ്യരുടെ കൂടെ നമ്മളും. കാരണം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അന്നലനാ റബ്ബൻ അദീമൻ കബീറൻ. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്കൊരു അദീമായ കബീറായ റബ്ബുണ്ട്. അതാണ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്. സത്യം പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു നമ്മുടെ റബ്ബ് കബീർ അല്ലേ? വലിയ റബ്ബല്ലേ? നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന റബ്ബ് വലിയ റബ്ബല്ലേ? അല്ലേ? അറഫ ദിവസം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും, നമ്മുടെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കും. അത് ഏത് മനുഷ്യരായാലും, ഏത് ഇനമായാലും, ഏത് തെറ്റ് ചെയ്തവരായിരുന്നാലും ആ റബ്ബ് കബീറല്ലേ സഹോദരന്മാരെ? അല്ലേ? ഈ അടിമകൾ മുഴുവൻ ഒന്നിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യന്മാർ ഒഴുകി അറഫയിൽ വന്നത് അള്ളാഹു കബീറായതുകൊണ്ടല്ലേ? അല്ലേ? ഇങ്ങനെ അറഫയിൽ ഒരുമിച്ച് കൂട്ടിയ നമ്മുടെ റബ്ബ് നമ്മളെ എല്ലാവരെയും മരണശേഷം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനല്ലേ? അല്ലേ? നമ്മൾ പറയാണ്, ആണ്. അല്ലാഹു അക്ബർ. നോക്കൂ, ഇനി ഹജ്ജിന്റെ മറ്റേത് കർമ്മം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നാലാമത്തെ കാര്യം അതാണ്. എവിടെ പരിശോധിച്ചാലും അതിൽ കാണുന്നത് എന്താ? ഹജ്ജിന്റെ എല്ലാം അതാണ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡ്രസ്സും അഴിച്ചു വെച്ചു, നമ്മുടെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും തട്ടവുമൊക്കെ മാറ്റിവെച്ചു, സുഗന്ധങ്ങൾ മാറ്റിവെച്ചു. എന്നിട്ട് പച്ചയായി ഈ സൺറൈസ്, സൂര്യന്റെ താപം നമ്മൾ അനുഭവിക്കുക. നമ്മുടെ തലയിൽ മുഖം നമ്മൾ മൂടുന്നില്ല, തല നമ്മൾ മൂടുന്നില്ല. കണ്ടില്ലേ, സ്ത്രീകൾ മുഖം മൂടൂല, ചൂടേൽക്കാണ്. എന്താ സംഭവം? എന്താ സംഭവം? ഉബൂദിയത്തിന്റെ അങ്ങേയറ്റമാണ്. അള്ളാഹുവിനോട് നോക്കൂ, സൗന്ദര്യമുള്ള എല്ലാ വസ്ത്രവും ഒഴിവാക്കി, നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്ന എല്ലാ വസ്ത്രവും ഒഴിവാക്കി. നബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുഅസൻ ഊബറൻ, പൊടി പിടിച്ചിട്ടുണ്ട്, മുടി ജട പിടിച്ചിട്ടുണ്ട്, എല്ലാ സുഖങ്ങളും ഒഴിവാക്കി. സുഖങ്ങളെ അല്ല അവിടെ. എന്തിനാണ് ഇങ്ങനെ വന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിവുള്ള നിങ്ങൾ, ഈ രീതിയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു വിളിച്ചിട്ട് വന്നത് അവനോടുള്ള മഹത്വം കൊണ്ടല്ലേ?
അല്ലേ? നിങ്ങളെ റബ്ബ് വെറുതെയാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നും തരാതെ പറഞ്ഞേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പക്ഷെ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള ഈ റെസ്പെക്ട്. ഞാൻ എൻ്റെ ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കും. എൻ്റെ ദുനിയാവിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇനി അള്ളാഹുവിനോടുള്ള ഈ മഹത്വം ഉണ്ടാകും. ആരൊക്കെ അവിടെ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ വിവിധ ഭരണാധികാരികൾ, മന്ത്രിമാർ, പ്രമുഖന്മാർ, പണക്കാർ, സമ്പന്നർ, ബിസിനസ്സുകാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒക്കെ എല്ലാവരും എന്താ അള്ളാഹിനോട് അവിടെ വന്നിട്ട് പറയുന്നത്? ഫഖീറാണ്. അന ഫഖീർ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അവിടെ വന്നിട്ട് പറയാം അല്ലാഹുമ്മ അന ഫഖീർ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അല്ലേ? ഹാജി വന്നിട്ട് പറയാ യാ റബ്ബ് യാ റബ്ബ് ലബ്ബൈക് ലബ്ബൈക്. പറയണ അസ്അലുക അസ്അലുക അഊദു ബിക അഊദു ബിക. സുബ്ഹാനല്ലാഹ്. നോക്കൂ, എല്ലാം അവസാനിപ്പിച്ചു. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഈഗോസും താഴെ വെച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുക, അള്ളാഹുവിനോട് കാവലിനെ തേടുക. സുബ്ഹാനല്ലാഹ്. ഇതാണ് സഹോദരന്മാരെ, ഇതാണ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണല്ലോ അറവ്. ഹദിന്റെ അറവ്. ഹജ്ജ് 10 അറക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അവിടെ എന്താ പറയുന്നത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർത് വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇതിലപ്പുറം വലിയ മഹത്വം എന്താ? നമ്മൾ പറയാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ട് 10,000 ലക്ഷക്കണക്കിന് ആടുമാടുകൾ അറക്കപ്പെടുന്നു. എന്തിന്? അള്ളാഹ്ക്ക് മാംസമാണോ? അള്ളാഹ്ക്ക് രക്തമാണോ? അള്ളാഹുവിനോടുള്ള മഹത്വം അവിടെ കാണിക്കാൻ. അള്ളാഹുക്ക് കിട്ടൂല ഇതൊന്നും. അള്ളാഹ്ക്ക് കിട്ടുക വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അത് എവിടുന്നാ? അത് ഖൽബിൽ നിന്ന്. ആ ഖൽബിൽ എന്താ ഉള്ളത്? അള്ളാഹു പരിശോധിക്കുക. അള്ളാഹുവിനോടുള്ള തഅളീം ഉണ്ടോ? അറവ് നടത്തുമ്പോ, അറക്കാൻ വേണ്ടി പണം ചെലവാക്കുമ്പോ ഉണ്ടോ? അതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വല്ലാത്ത ഒരവസ്ഥയാണ് സഹോദരന്മാരെ, വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇത് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മഹത്വം നമ്മുടെ ഉള്ളിൽ വളരണം, വ്യാപിക്കണം. എന്നിട്ട് അതിമനോഹരമായ രീതിയിൽ നമുക്ക് ആ രീതിയിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ സാധിക്കണം. അതിനാണ് ഒരുപാട് ഷാഇറുകൾ നിശ്ചയിച്ചത്. അള്ളാഹു ഷാഇറുകൾ തഅലീമിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ വാക്കെന്താ? വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹു ഒരുപാട് ഷാഇറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താ ഷാഇറുകൾ എന്ന് പറഞ്ഞാൽ? ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട സംഗതികൾ. അള്ളാഹുവിൻ്റെ ഷാഇറുകൾ എന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി. അള്ളാഹു പവിത്രമാക്കാൻ പറഞ്ഞതൊക്കെ പവിത്രമാക്കുക എന്നത് അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നന്മ. എന്താണ് ഹുറുമാത്തുല്ലാഹ് പറഞ്ഞത്? ഹുറുമാത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഓരോന്നിനും ഓരോ ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ സ്ഥാനം, പദവി നിശ്ചയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ നിയമത്തിൽപ്പെട്ടതാണ് ആ പദവി. ആ പദവിയെ നമ്മൾ വകവെച്ചു കൊടുക്കുകയും അതിനെ നമ്മൾ ആ രീതിയിൽ കാണുകയും വേണം. മശാഇറുകൾ എന്ന് പറയും. എന്തിന്? അറഫ, മുസ്ദലിഫ, മുന, സഫ, മർവ, ഇതൊക്കെ മശാഇറുകളാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ പറഞ്ഞില്ലേ? ശആഇർ, അദാൻ, സ്വലാത്ത്, ഇതൊക്കെ എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഷാഇറുകളാണ്. നോക്കൂ, ആ ഷാഇറുകളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അതാണ് നോക്കുന്നത്. നോക്കൂ, ഹജ്ജ് പറയുന്നിടത്ത് ഇത് നിറയെ കാണാം. ഈ ഷാഇറുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ധാരാളമായി കാണാം. എങ്ങനെയാണ് സത്യത്തിൽ? നോക്കൂ, ഞാൻ പറഞ്ഞു സഫയും മറുവയും ഷാഇറാണെന്ന് പറഞ്ഞു അല്ലെ? ഇന്ന സഫ വൽ മർവത മിൻ ഷാഇരില്ലാ. അതിനെന്ത് ചെയ്യണം? ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കുക? നമ്മൾ പറഞ്ഞു ഹജ്ജിന് വേണ്ടി അറുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മൃഗങ്ങൾ അതെന്താ? അത് ഷാഇറാണ്. അതിനെ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണം? ആടിനെയും പശുവിനെയും ഒട്ടകത്തെയും ഒക്കെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാ? ശരിക്കും മനസ്സിലായി പോയി. സഫയും മറുവയും ഷാഇറുകളിൽ പെട്ടതാണ്. അതിനെ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണ്ടേ? അല്ലെങ്കിൽ അറഫയും മിനയും ഒക്കെ അള്ളാഹുവിന്റെ മശാഇറുകളിൽ പെട്ടതാണ്. ബഹുമാനിക്കണമേ. എങ്ങനെ ബഹുമാനിക്കണ്ടേ? അവിടെ പോയി ഇങ്ങനെ തടവുക,
അവിടുന്ന് കുറച്ച് മണ്ണ് പാക്കറ്റിലാക്കി കൊണ്ടുവരല ആണോ? അല്ലെങ്കിൽ കുറച്ച് കല്ല് അവിടുന്ന് എടുത്തിട്ട് നമ്മുടെ കീശയിൽ വെച്ച് കൊണ്ടു നടക്കലാണോ? നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ അതിനെ ആദരിക്കാൻ പറഞ്ഞത് അപ്രകാരം ആദരിക്കുക, അവിടെ ചെല്ലുക, സഫയിൽ കയറുക, ദിക്റുകൾ ചെല്ലുക, അവിടെ നിന്ന് ദുആ ചെയ്യുക, സഫയുടെയും മർവയുടെയും ഇടയിലോട്. ഇതാണ് അവിടുത്തെ ഈ ശാഇറിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞു ആടും പശുവും ഒട്ടകവും ഒക്കെ എന്താണ്? ഒക്കെ ശാഇറുകളാണ്. ആ ശായറുകളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. ആ ശായറുകളെ ബഹുമാനിക്കണം. ആ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് തഖ്വയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വഴിയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ, എന്താണ് പറഞ്ഞത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല നോക്കൂ, എന്താണ് ഇതിലുള്ള ഈ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെയുള്ള ബഹുമാനത്തിൽ എന്താണുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ? എങ്ങനെയാണത്? അതിലുള്ള ആ ശായറുകളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, നമ്മളൊരു ഉരു വാങ്ങാൻ ശ്രമിക്കുന്നു, അറുക്കാൻ വേണ്ടിയുള്ള, മനസ്സിലായില്ലേ? എന്താ അതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ? എല്ലാവരും ശ്രദ്ധിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നതാ. എന്താ? നല്ല ആടിനെ വാങ്ങുക, നല്ല മാംസമുള്ള, നല്ല വിലയുള്ള നല്ല ആടിനെ. അഥവാ നിങ്ങളുടെ മുമ്പിൽ 2 ആട് കൊണ്ടുവന്നു. ഒന്ന് നല്ല തടിയൊക്കെ ഉണ്ട്, അതിന് നല്ല വില ഉണ്ട്, നല്ല മാംസമുണ്ട്, നല്ല വില ഉണ്ട്. ഇപ്പുറത്തൊന്നുണ്ട് വളരെ ചീപ്പാ, പക്ഷെ എങ്ങനെ ഒട്ടിയത്. ഏത് തിരഞ്ഞെടുക്കണം? അതാണ് ശായറിനെ ബഹുമാനിക്കാറ്. അത് നമ്മൾ നല്ലതിനെ തിരഞ്ഞെടുക്കണം. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ചെറിയ പൈസയുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ എന്താക്കുന്നറിയോ? ലോ ക്വാളിറ്റി ഉള്ള സാധനത്തെ തിരഞ്ഞെടുക്കും. നോ പറ്റൂല. അവിടെ നമുക്ക് താലീം നഷ്ടപ്പെട്ടു. ചിലപ്പോ 100 ദിർഹം അല്ലെങ്കിൽ 100 റിയാൽ ലാഭം ഉണ്ടാവും. 100 റിയാൽ ലാഭം ഉണ്ടാവും. അള്ളി നോക്കണത് അതാ, നീ 100 റിയാൽ അധികം ഇവിടെ കൊടുക്കുമെന്നുള്ളത്. അള്ളാന്റെ നോട്ടം അതാ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഹജ്ജിന്റെ അറബിന്റെ പേരെന്താ അറിയോ? ഹദിയെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മിനിസ്റ്ററെ കാണാനുള്ള പെർമിഷൻ കിട്ടി. അപ്പൊ മിനിസ്റ്റർക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ പോവുക? ഒരു 10 റിയാലിന്റെ ഗിഫ്റ്റ് ആയിട്ട് പോകുമോ? 20 റിയാലിന്റെ ഗിഫ്റ്റ് ആയിട്ട് പോകുമോ? മാർക്കറ്റിൽ കിട്ടാവുന്ന, നിങ്ങളുടെ നിലവാരം അനുസരിച്ച് മാർക്കറ്റിൽ കിട്ടാവുന്ന, നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിട്ടല്ലേ പോവുക? നോക്കൂ, ദുനിയാവിലെ ഒരു രാജാവിന്റെ അടുത്തേക്ക്, മന്ത്രിന്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് വാല്യബിൾ ആകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നിട്ട് എന്തേ അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഹദി ഏറ്റവും വില കുറഞ്ഞതാകണം എന്ന് നിങ്ങൾ ചിന്തിച്ചത് എന്തുകൊണ്ട്? നിങ്ങളുടെ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അവിടെയാണ് ഈ തഅലീമിനെ അള്ളാഹു പരിശോധിക്കുന്നത്. യാ അല്ലാഹ്, ശരിക്കും ശ്രദ്ധിക്കണം. മുതമത്തിഉം ഖിറാനും ഹദിയ നൽകണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഹദിയ നൽകണം എന്ന് പറഞ്ഞത് അതൊരു ഗിഫ്റ്റാ. നോക്കൂ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 എണ്ണത്തിനാണ് കൊടുത്തത്. 100 എണ്ണത്തിന്. ഒന്നേ നബിക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 ഒട്ടകം. എന്താ കാര്യം? നിങ്ങൾ വിചാരിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പണക്കാരനായതുകൊണ്ട് കൊടുത്താ? നോ. നബിയുടെ വീടിൽ ദിവസങ്ങളോളം പുകപൊന്തിയിട്ടില്ല, ഭക്ഷണം പാചകം ചെയ്തിട്ടില്ല. ആ നബിയാണ് 100 ഒട്ടകങ്ങളെ അറുക്കുന്നത്. നബിയുടെ ഫഖർ, ദാരിദ്ര്യം എന്തുമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്കറിയില്ലേ? പക്ഷേ അവിടെ എന്താ വിഷയം? അവിടെ ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഹാജിമാരെ. നിങ്ങൾ അറവിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അറവിന് വേണ്ടി മൃഗം വാങ്ങുമ്പോൾ ഏറ്റവും ലോ ക്വാളിറ്റി നോക്കി വാങ്ങരുത്. നിങ്ങൾ പറയണം, എനിക്ക് ലോ ക്വാളിറ്റി ഉള്ളത് വേണ്ട. എനിക്ക് നോക്കൂ, ഈ അള്ളാഹ്ക്കത് പോവോ? ഈ മാംസം അറുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നൽകാലോ, അല്ലെ? പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പിശുക്കിയത്? അള്ളാഹുവിനോടുള്ള തഅലീം നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ്. അതാണ് അള്ളാഹുവിന്റെ പരിശോധന.
ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ അനുഭവങ്ങളെ കൊണ്ട് പറയുക. 10 ദിർഹം എവിടെ, 10 റിയാൽ എവിടെയാണ് കുറഞ്ഞു കിട്ടത്? എന്ത് ചാവല ആയാലും ചാകാനായതായാലും ശരി, അതിൻ്റെ പിന്നാലെയാണ് ആളുകൾ പോവുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കൂ, ഇത് നമ്മുടെ തുലാസിൽ തൂക്കാനുള്ളതല്ലേ കൂട്ടരെ? അള്ളാഹു തൂക്കൂലേ? ഇത് നമ്മുടെ തുലാസിലിട്ട് തൂക്കൂലേ? അപ്പൊ ഏറ്റവും ലോ ക്വാളിറ്റി സാധനം ചെറിയ പൈസ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ചെറിയ പൈസക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത് എന്താ അറിയോ? കബ്ശൈനി അംലഹൈനി അഖ്റനൈനി, 2 ഭയങ്കര ആടുകൾ, അതിമനോഹരമായ സുന്ദരന്മാരായ 2 കൊമ്പുള്ള ഭയങ്കര, സുബ്ഹാനല്ലാഹ്, അതിന് ഭയങ്കര വിലയിരുന്നു. എന്നിട്ടും അത് കൊടുത്തു. നോക്കൂ, ഇതാണ് താലീം. ഇതാണ് താലീമുൽ ഹദീ എന്ന് പറഞ്ഞത്. ഹദീനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വില കൂടിയത്, ഏറ്റവും മുന്തിയത്, ഏറ്റവും ചൊറുക്കുള്ളത് അത് കൊടുക്കണം. സാധാരണ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടി ശരിക്കും പറഞ്ഞുതരാം, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആളുകള് നോക്കൂ, ഒരു വെസ്റ്റേൺ കൺട്രീസൊക്കെ ഒരു ടൂറ് പോകണം. ടൂർ കമ്പനി നമ്മളോട് പറയാണ്, ഇതാണ് ഇതിന്റെ പ്രൈസ്, ആരും തർക്കിക്കാൻ പോകില്ല. എന്തേ ചോദിക്കുള്ളൂ? ഒന്ന് തരി, എൻ്റെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ എന്താണെന്ന് തരീന്ന് പറയും. ഒരു ലിസ്റ്റുകൾ തരും അല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കും. ഓ ഷറ, കൊടുക്കണ പൈസക്ക് ഉണ്ട് എന്നാണ് അല്ലേ? ഹജ്ജിന് പോകലോ, നമ്മളിങ്ങനെ തരികയാണ്. എന്ത് ഏറ്റവും വില കുറഞ്ഞ ഹജ്ജ് എവിടെയുള്ളത്? ആരായി തരണത്? അമേരിക്കക്ക് പോകാൻ 10 ലക്ഷം റുപ്യ കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത മനുഷ്യനാണ് എന്ത് ഹജ്ജിന് പോകാൻ ഏറ്റവും ലോ ക്വാളിറ്റി സൗകര്യം, ഒക്കെ ലോ. എല്ലാവർക്കും അത് മതി. കാറ്റഗറി ഒക്കെ വളരെ ചെറുത്. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എന്നിട്ട് ഏറ്റവും കാറ്റഗറി ചെറുതിലാ പോണത്. എന്താ സംഗതി ഇത്? നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കണോ? ഇത് അള്ളാഹു താലീം നിങ്ങൾ മനസ്സിലാക്കണോ? അള്ളാഹുവിന്റെ പരിശോധന എത്രയാണ്? ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മൊബൈൽ വാങ്ങ ഏത് മൊബൈലാ വാങ്ങ? ഏറ്റവും വില കൂടിയ മൊബൈൽ അല്ലേ? നിങ്ങളെ വീട്ടില് ഏത് ഫേർണിച്ചറാ വാങ്ങ? ഏറ്റവും നല്ല ഫേർണിച്ചർ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ ബെഡ്റൂം ഏറ്റവും നന്നായി ഫേർണിഷ് ചെയ്യും. നിങ്ങളെ വീട് എന്താണ് എന്തൊരു ഭംഗിയുള്ള വീടാ. എന്നിട്ട് അതല്ല രസം, ഈ മൊബൈലും ഈ ഫർണിച്ചറും ഈ വീടൊക്കെ വെച്ചിട്ട് പിന്നെ അന്തസ് പറയാ, അതെ ഇന്ന ക്വാളിറ്റി ഉള്ളതാ, ഇതേ മറ്റേ ക്വാളിറ്റി ഉള്ളതാ, ഇത് ഈ ക്വാളിറ്റി ഇല്ല. എൻ്റെ പൊന്നാര സഹോദരന്മാരെ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദുനിയാവിൽ ചില്ലറക്കാലം ജീവിക്കാൻ ഇമ്മാതിരി ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തേ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ ക്വാളിറ്റി ഉള്ളത് വേണം എന്ന് പറയാൻ തോന്നാതെ പോയത്? എന്തേ സാധിക്കാതെ പോയത്? ദീനിന്റെ കാര്യത്തിൽ എന്ത് മതി? ലോ ക്വാളിറ്റി. ദുനിയാവിന്റെ കാര്യത്തിലോ ഹൈ ക്വാളിറ്റി. എന്നിട്ടോ ഇതിവിടെ ഇട്ടുപോകും. ആർക്ക് വേണ്ടി? ആരോ എടുത്തുകൊണ്ടുപോകും. മറ്റതോ അള്ളാഹുവിന്റെ അടുത്ത് തൂക്കും, ഭയങ്കര കനം കിട്ടും. തിരഞ്ഞെടുക്കണം. ഇതാണ് താലീം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ കരുതുന്നത്. മനസ്സിലായി? അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോളി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരമ ഫഖീറായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്ത ഒട്ടകം, ആ ഒട്ടകത്തിന്റെ സീറ്റ് ഖതീഫത്ത് എന്ന് പറയാം. നിങ്ങൾക്കറിയോ, ആ സീറ്റ് വളരെ ലോ ക്വാളിറ്റി. കാരണം നബിക്ക് കഴിയില്ല, ലോ ക്വാളിറ്റി ഉള്ളൊരു സീറ്റായി, വലിയ ഉയർന്ന സീറ്റൊന്നുമല്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ആ നബി പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുക നിങ്ങൾക്ക്? ഹജ്ജിന് വന്നിട്ട് അല്ലാഹുമ്മ ജഅൽഹു ഹജ്ജൻ ലാ റിയാഅ ഫീഹി വലാ സുംഅത്ത്. എന്താ മനസ്സിലായെങ്കിൽ? അല്ലാഹുമ്മ ജഅൽഹു ഹജ്ജൻ ലാ റിയാഅ ഫീഹി വലാ സുംഅ. അല്ലാഹുവേ, ഈ ഹജ്ജ് റിയാ ഇല്ലാത്ത, ലോകമാന്യതയില്ലാത്ത, സുംഅത്തില്ലാത്ത ആരെങ്കിലും എൻ്റെ ഹജ്ജ് കണ്ടിട്ടോ, എൻ്റെ ഹാജി എന്നെ വിളിച്ചിട്ടോ എനിക്ക് പ്രശസ്തി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത ഹജ്ജാക്കണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുക. ഏതൊട്ടകപ്പുറത്താ വന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ഭയപ്പെട്ടു. നബി സഹോദരന്മാരെ, ഭയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഹജ്ജിന് വേണ്ടി ചെലവാക്കിയത് നഷ്ടമാണ് എന്ന് തോന്നിയ ഒരുത്തൻ ഈ ഹാജിമാരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതാണ് വെട്ടിക്കളി. ആ
ഹജ്ജ് നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ, കിട്ടൂല. ഓ അത്ര കൊടുത്ത് നമ്മൾ ഇപ്പുറത്തെ സീറ്റിലോട് ചോദിച്ചു, നിങ്ങൾ എത്ര കൊടുത്ത്? ഓ നമ്മൾ അത്ര കൊടുത്തു. ഭയങ്കരമാണ്. എയർപോർട്ട്, നമ്മുടെ നാട്ടിലെ എയർപോർട്ട് മാറിയാൽ ടിക്കറ്റ് ഫെയറിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഹജ്ജിന് കൊടുക്കുന്ന പൈസയിൽ ഭയങ്കര വ്യത്യാസം. കോഴിക്കോട്ട് നിന്ന് പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ അധികം പൈസ കൊടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. എന്നിട്ട് കോഴിക്കോട് നിന്ന് എഴുതി കൊടുത്ത്, പിന്നെ ഇത് അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് കൊച്ചിയാണ് കുറവ്, കോഴിക്കോട് കൂടുതലാണ്. അതോടുകൂടി ഇവനാകെ ഡൗണായി. എൻ്റെ 40,000 പോയല്ലോ, എൻ്റെ 50,000 പോയല്ലോ, എൻ്റെ പൊന്നു ചങ്ങായിമാരെ 40,000 കിട്ടിയോല്ലോ എന്ന് പറയും. കാരണം അള്ളാഹ് കണക്ക് നോക്കുന്നുണ്ട്. അതാണ് വമൻ യുഅല്ലിം ശആയിറ അല്ലാഹ് എന്ന് പറഞ്ഞത്. അതാണ് ഇതിൽ ഓരോന്നിലുണ്ട്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ താമസിച്ച ഹോട്ടൽ ഏതാ? നിങ്ങൾ അമേരിക്ക പോയി 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചില്ലേ? മക്കത്ത് വന്നിട്ട് താമസിച്ചത് ഏതാ? ഒരു ലോ ക്വാളിറ്റി, നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലല്ല, ഒരു ലോ ക്വാളിറ്റി ഹോട്ടല്. എന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ആരങ്ങളോട് പറഞ്ഞ്, എടോ മക്കയിൽ നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ തുലാസിൽ ഉണ്ടാവും. അമേരിക്ക പോയി നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാൽ അത് അള്ളാന്റെ തുലാസിൽ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കണം. ഇതിനാണ് ഞാൻ താലീം എന്ന് പറഞ്ഞത്. ഇത് വലിയ ഒരു സംഭവമാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ തുടങ്ങുമ്പോൾ 5 ലക്ഷ്യങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി അധികം പറയാൻ പോവുക. കാരണം എന്ന് വെച്ചാൽ ഇത് വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വായിച്ചു വന്നപ്പോഴാണ് തോന്നിയത് ഒരെണ്ണം കൂടി ഉണ്ട് നിർബന്ധമായിട്ട് പറയേണ്ടത്. ഏതായാലും അള്ളാഹു പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന മനുഷ്യരായി ഹജ്ജിൽ നിന്ന് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.